സ്രവകാരി സ്ത്രീ ആ ജനക്കൂട്ടത്തിനിടയിലൂടെ കർത്താവിനെ സ്പർശിച്ചു എന്നുള്ളതാണ്. തിക്കിച്ചെരുക്കുന്ന ജനക്കൂട്ടം എല്ലായിടത്തും ഉണ്ടാകും. ആ ജനക്കൂട്ടമൊക്കെ യേശുവിനെയൊക്കെ സ്പർശിച്ചും തലോടിയും അതുപോലെ തന്നെ തൊട്ടും ഒക്കെ കടന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ അവർക്കൊന്നും കിട്ടാത്തത് ഈ രക്തസ്രാവകാരി സ്ത്രീക്ക് കിട്ടി എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശുദ്ധ കുർബാനയിലും ഞാൻ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നു, അതോ രക്തസ്രാവകാരി സ്ത്രീയുടെ പോലെയാകുന്നു. ഞാൻ ആരുടെ കൂടെയാണ്? തിക്കിച്ചെരുങ്ങുന്ന ജനക്കൂട്ടം അവൻ്റെ കൂടെയാകാൻ, അവരുടെ ഒപ്പം നടക്കാൻ, അല്ലെങ്കിൽ അവനെ ഒന്ന് കാണാനൊക്കെയാണ് അവരായിരിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇവിടെ വരുന്നുണ്ട്, നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ തിക്കിഞ്ഞെരിക്ക് വരുന്നുണ്ട്, പക്ഷേ യേശുവിനെ വിശ്വാസത്തോടെ സ്പർശിച്ചാണ് ഞാൻ പോകുന്നത്. ഉറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ സ്വപ്നം കണ്ടുപോകുന്നു, മായിക ലോകത്താകുന്നു, പിന്നെ അങ്ങോട്ട് പോവുകയാണ്. ഇത് ഈ ജനക്കൂട്ടത്തിന്റെ ഒരു വലിയ കാര്യമാണ്. ഈ ജനക്കൂട്ടം അങ്ങനെയാണ്. ഈ ജനക്കൂട്ടത്തിന് വേറെ ഒന്നുമില്ല, അവന്റെ പിന്നാലെ നടക്കുക. എന്നാൽ രക്തസ്രാവക്കാർ അവർക്ക് നിയോഗം മാത്രമേ ഉള്ളൂ. എല്ലാവരും അവൾ ഉപേക്ഷിച്ചു. ഇനി അവളൊരു ഉപേക്ഷ വേറെ ആരും ഇല്ല. പ്രതീക്ഷയായി കർത്താവിനെ സ്പർശിക്കുക. ആരും അറിയണ്ട. ആ ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ ദൈവത്തെ സ്പർശിക്കുക. ആ ഒരു ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം നമ്മളിവിടെ ആയിരിക്കേണ്ടത്. നമ്മൾ ഈ ദൈവത്തെ നമ്മുടെ കരങ്ങളിൽ തരുകയല്ലേ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത്? ഒന്ന് ചിന്തിച്ചു നോക്കി. ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഒന്ന് നമ്മുടെ തമ്പുരാൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്ര ആഴപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എത്ര വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്ത് പോലും കുറേയേറെ കാര്യങ്ങളും ചിന്തകളുമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. ഇനി ആരൊക്കെ കുർബാന സ്വീകരിക്കാനുണ്ടെന്ന് നോക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന പൂക്കളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പിശാച് എപ്പോഴേക്കും നമ്മളിങ്ങനെ പ്രലോഭനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ വന്നത് യഥാർത്ഥമായ കർത്താവാണെന്ന് മനസ്സിലാക്കി, ഇവിടെ എഴുന്നള്ളുന്നത് കർത്താവാണെന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ വിശ്വാസത്തോടെ സ്പർശിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്ത് നല്ലതാണ്. പ്രാർത്ഥിക്കാം.